യു ഡി എഫിലേക്ക് പോകണമെങ്കിൽ KTDC സ്ഥാനത്ത് ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമനസ്സാലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും ടൂറിസം സെക്രട്ടറിക്കും ഒഫീഷ്യലായിട്ട് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ഒരാളുടെയും സമ്മർദ്ദമില്ല, ഒരാളുടെയും പ്രേരണയില്ല, ആരുടെയും നിർദ്ദേശമില്ല. ഒരു നിർദ്ദേശവും ഇല്ലാതെ ഏതോ ഒരു ചാനൽ, ആളുകൾ കാണുന്ന ചാനലൊന്നുമല്ല, ഒരു ചാനൽ പിന്നെ ഏതോ ഒരു കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഞാൻ ഈ രാജിവെക്കുന്നത്. എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ വിവരം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഒരു കമ്മിറ്റിയുടെയും ഒരു നിർദ്ദേശം എനിക്ക് കിട്ടുന്നിട്ടില്ല. ഇത് ഞാൻ സ്വമനസാലെടുത്ത തീരുമാനമാണ്. മാത്രമല്ല എൻ്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 5 വർഷക്കാലം KTDCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം ഡയറക്ടർ ബോർഡും ബന്ധപ്പെട്ട വകുപ്പും KTDCയിലെ ഹയറാർക്കിയും അവിടെയുള്ള സാധാരണ ജീവനക്കാരും ഉൾപ്പെടെ ഞങ്ങളെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള കലക്റ്റീവായ ഫങ്ഷനിങ്ങിൻ്റെ ഭാഗമായി, കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു 15 വർഷത്തിനിപ്പുറം ഇതാദ്യമായി KTDC ലാഭത്തിലായ വർഷമാണ് കഴിഞ്ഞ 2 വർഷം. ഒരിക്കൽ ലാഭത്തിലായത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, 2022-23, 23-24 ഇത് ലാഭത്തിലേക്ക് മാറ്റാൻ KTDCയിൽ കഴിഞ്ഞ 15 കൊല്ലക്കാലത്തിനിപ്പുറം ആദ്യമായി സാധിച്ചു. അതിൻ്റെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്.